ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഡേ 1 ആണ് മലേഷ്യയിൽ. അപ്പോൾ ഞങ്ങളൊരു 1 അവർ ട്രാവലൊക്കെ കഴിഞ്ഞ് ഹോട്ടലെത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ കസിൻ ചേട്ടനൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എയർബിഎൻബി ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ 2 ഫ്ലോറിലായിട്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. ഒരു 43rd 38th ഫ്ലോറൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ട്വിൻ ടവറിന് ഒരു 10 മിനിറ്റ് ഡിഫറൻസിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ വിൻഡോന്നൊക്കെ നോക്കിയാൽ നമുക്കൊരു വ്യൂ ഉള്ള അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഈ ഹോട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അക്കോമഡേഷൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ ടൈമിൽ ഒരു റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന ഫാമിലീസിനെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അടുത്തെത്തി. അപ്പോൾ അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്ത് കുട്ടികളൊക്കെ ഇതേ ലൂക്ക് കണ്ടില്ലേ, കിഡ്സ് റൂമിലേക്ക് ഓടി. ഗൈസ്, ഈ റൂം അടിപൊളിയാണ്. ലെഗോ ബ്ലോക്സിൻ്റെ അതിനകത്ത് സൂപ്പർ ഫണ്ണാ. അതിനകത്ത് ആനിമൽസിൻ്റെ പിക്ചർ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ബെഡ് ഉണ്ട്. അതിനകത്ത് ഒരു ഹൗസിൻ്റെ പോലെയാണ് ബെഡ്. അതിനകത്ത് ഇത് അടിപൊളിയാണ്. ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ലൂക്കിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിഡ്സ് റൂമിൻ്റെ കാര്യം ലൂക്ക് തന്നെ പറഞ്ഞോട്ടെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കിഡ്സ് റൂമൊക്കെ കണ്ടു. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ബാക്കി റൂംസ്. ഇത് അവർ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഞങ്ങൾ വേറെ റൂമിലായിരുന്നു. ഇതിപ്പോൾ നമുക്കൊരു 3 BHK ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല സൗകര്യങ്ങളൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണും അങ്ങനെ കേട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പുറമേ ഒന്നും പോയില്ല. എല്ലാവർക്കും യാത്ര ചെയ്ത കാരണം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രാബിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഡേ നമ്മൾ കൂടുതലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിള്ളേർ പിന്നെ ഫുൾ എനർജിയാണ്. അവർ കിഡ്സ് റൂമിലൊക്കെ പോയി ബ്ലോക്സൊക്കെ വെച്ച് വീടുണ്ടാക്കുന്നു. ജോക്കുട്ടൻ്റെ സ്ലൈഡിൽ ഇറങ്ങി വരുന്നു. പിന്നെ അവരുടെ ബെഡൊക്കെ അവർക്ക് നല്ല രസമായിരുന്നു. ലൈക്ക് ഈ ഒരു റൂം ഒരു ആനിമൽ തീമായിരുന്നു, ഒരു ജംഗിൾ തീമൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിരുന്നു. യാത്ര കാരണം ടയേർഡായ കുറേ പേരൊക്കെ ഉറങ്ങാനായിട്ട് പോയി. ഞങ്ങളിപ്പോൾ ടയേർഡല്ല എന്നല്ല, എന്നാലും ഞങ്ങൾ കുറച്ച് പേരൊക്കെ പുറമേയൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഒരു ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ പക്ഷേ ഞങ്ങൾക്കൊരു ബാഡ് ലക്ക് വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ വന്ന ദിവസം ഇവിടെ പൂളിൻ്റെ മെയിൻ്റനൻസ് ആക്ടിവിറ്റി നടക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പൂൾ ആക്ടിവിറ്റി ഞങ്ങളുടെ നടന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ജിമ്മും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ജിം ഉണ്ടായിരുന്നു, കിഡ്സ് ഓഫ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്കൈ വാക്ക് പോയി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി പോയി കാണാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാവശ്യം നല്ല ഗ്രീനറി ഒക്കെ ആയിരുന്നു കേട്ടോ. ചെറിയ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അതുപോലെ കുറച്ച് ഒരു ചെറിയ ഫൗണ്ടെയിൻസൊക്കെ പോലെ ഉണ്ടായിരുന്നു, കുറച്ച് ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കലക്കിട്ടിരുന്നു പിള്ളേരൊക്കെ കുറച്ച് നേരം അവർ ആ ഒരു സ്റ്റാർട്ടിങ് കുറച്ച് ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിൾ ചെയ്ത് നല്ല രസമായിരുന്നു. സ്റ്റാർട്ടിങ് കുറച്ച് നേരം ജോണോട്ടും പിണങ്ങിയൊക്കെ നടന്നുവെന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫീച്ചേഴ്സിൻ്റെ ലൂക്കിൻ്റെ ഒക്കെ കൂടെ വെള്ളത്തിൽ കളിച്ചും അതുപോലെ ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞപ്പോൾ ആളങ്ങ് നല്ല ഉഷാറായിട്ടോ. പിന്നെ അവൻ്റേതായിട്ടൊരു സ്പേസ് കണ്ടെത്തി ഓടാനും ചാടാനൊക്കെ തുടങ്ങി. പിന്നെ ഇതിവിടെ മേലെ കൂടെ പോകുന്നൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈഡിലും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്തായിട്ട് ചെറിയ ജിം എക്യുപ്മെൻറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോകണവർക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ പോവാം. പിള്ളേരും വലിയവരും എല്ലാവരും ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ. പക്ഷേ കുട്ടികൾക്ക് ഫേവറേറ്റ് ആ ഒരു ഊഞ്ഞാൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ആടാനായിട്ട് പറ്റുന്ന ഒരു വലിയൊരു സ്വിങ് ആയിരുന്നല്ലോ അത്. പിന്നെ അറൗണ്ട് 3 o'clock ആയപ്പോൾ നമുക്ക് ന്യൂ റൂം അവൈലബിൾ ആയിട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇതും ഒരു 3 BHK തന്നെയാണ് വിത്ത് എ കിഡ്സ് റൂം. അപ്പോൾ മേലെ നമ്മൾ കണ്ട കിഡ്സ് റൂം ഒരു ആനിമൽ ജംഗിൾ തീമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്വേറിയം, ഷാർക്ക് അങ്ങനെയൊക്കെ ഒരു തീമാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെയാണ് ജോഗോട്ടനും ലൂക്കും നമ്മളെല്ലാവരും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഫാമിലി അവിടെ 2 ഫാമിലി ഇവിടെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 38th ഫ്ലോറിലാണ് വരുന്നത്, മറ്റേത് ഒരു 43rd ആയിരുന്നു. ബട്ട് ദിസ് വൺ ഹാവ് എ ഗുഡ് വ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ പുറമേ പോകാനായിട്ട് ഞങ്ങൾ ഈവനിങ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. ഈവനിങ് ആയപ്പോഴല്ലേ അവിടെ ഒരു ട്വിസ്റ്റ്. കൊടും മഴ, ഇടിമിന്നൽ. മിന്നൽ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമുക്കതിങ്ങനെ ശരിക്കും കാണാം. 2-3 ലൈൻസ് ഒരുമിച്ച് അങ്ങ് വരുന്നത്. ഭയങ്കര നമുക്ക് പേടിയാവും പുറത്തിറങ്ങാൻ. അതുപോലെ മഴയായിരുന്നു. ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് വെതറൊക്കെ നോക്കിയിരുന്നപ്പോൾ മഴയുണ്ടെന്നുള്ള ഒരു ഇത് കണ്ടിരുന്നു. പക്ഷേ എപ്പോഴും കറക്റ്റായി വരാറില്ലല്ലോ നമ്മുടെ വെതർ പ്രഡിക്ഷൻ. പക്ഷേ ഇവിടെ അത് കറക്റ്റായി വന്നു. പിന്നെ ലൈറ്റിനിങ് കുറച്ച് കുറഞ്ഞ ടൈമിൽ ഞങ്ങൾ ഇരുന്നത് ചെറുതായൊരു പ്ലാനൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് ഇൻഡോർ ആയിട്ടുള്ള പ്ലേസസിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സൂര്യ KLCC നമ്മുടെ കൊല്ലംപുറയിലുള്ള ട്വിൻ ടവറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മാളാണത്.
അപ്പോൾ അവിടെ നമുക്കൊന്ന് പോവാം, കുറച്ച് വേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കാം, ട്വിൻ ടവർ കാണാം, തിരിച്ചു പോരാം. ഇന്ന് നമുക്ക് അതേ നടക്കുള്ളൂ. ഇന്നത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അതേ പോസിബിൾ ആയിട്ടുള്ളൂ. അന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് റെഡിയായവർ അങ്ങോട്ടേക്ക് നമ്മൾ ക്യാബ് എടുത്തിട്ട് പോയി. മറ്റുള്ളവർ വരുന്നവരെ ഞങ്ങൾ ഇവിടെ കുറച്ച് ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഞങ്ങളിവിടെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. കാരണം ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് കുറച്ച് പ്ലേസസ് കണ്ടു വെച്ചിട്ടുണ്ട്, അതിവിടെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല. ഞങ്ങൾ പിന്നെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി. അവിടെ ബൊഗെയിൻ വില്യം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല നല്ല ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മിക്കവരും വരുന്നവരൊക്കെ അവിടെ ഫോട്ടോ എടുക്കലായിരുന്നു. പിന്നെ മഴ കാരണം മിക്കവരും അവിടെ തന്നെയായിരുന്നു റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുന്ന നേരത്താണ് ജോക്കുട്ടനും ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. ജോക്കുട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ ലൂക്കിന് വീണ്ടും സ്നേഹപ്രകടനം. കുറച്ച് മുന്നേ കണ്ട് ഇറങ്ങിയവരാണ്, പക്ഷേ ഇവർ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അവർ ഫിയ ചേച്ചിയുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഈ ഒരു ഗെയിം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളതാണ്. ഞാൻ മമ്മിയുടെ വീട്ടിൽ താമസിക്കാനൊക്കെ മുമ്പ് അപ്പാപ്പൻ്റെ കൂടെ ഇരുന്ന് കളിച്ചിരുന്ന ഒരു കളിയാണ്. കുഴിത്തപ്പി എന്നാണ് അന്ന് ഞങ്ങൾ ഇതിനെ പറയുന്നത്. പക്ഷേ ഞാൻ കളി കുറേയൊക്കെ മറന്നുപോയി, എനിക്ക് എന്താണെന്നല്ല. പക്ഷേ ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ അപ്പാപ്പൻ്റെ കൂടെ കളിച്ചിട്ടുള്ളതാണ്. എനിക്കത് കണ്ടപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. അങ്ങനെ എല്ലാവരും അവിടെ എത്തി, മാളിലെത്തി. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഫുഡ് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി കാഴ്ച കാണുന്നത്. പിന്നെ ജോഷിയേട്ടൻ കണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്. നേരെ പോയത് മാഡം ക്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഫുഡ് വാസ് ഓക്കെ. ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ പിന്നെ മൈലോ കുടിച്ചിട്ടാണ് കേട്ടോ, അവർക്കത് മതി. ഇവിടെ മലേഷ്യ വന്നപ്പോൾ അവർ മൈലോ ഫാൻസ് ആയിരുന്നു. ലൂക്കിനൊക്കെ എത്ര കിട്ടിയാലും മതിയാവാത്ത പോലെയായിരുന്നു ലൂക്ക് മൈലോ കഴിക്കുന്നുണ്ടായിരുന്നത്. Hi friends, I like Milo. I miss Milo. I'm having Milo. Keep our Milo. Drink. ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല കേട്ടോ ലൂക്ക് ഇത് ഇത്രയധികം കഴിക്കുന്നത്. അവൻ്റെ പപ്പിയുടെ പേര് മൈലോ ആയതുകൊണ്ടാണ് അവൻ ഇത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് അത് എപ്പോഴെപ്പോഴും വാങ്ങി കഴിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ചൈനീസ് ആയിട്ടുള്ള ഫുഡ്സും അതുപോലെ കബാബ്സും പിന്നെ ഇവിടെ മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള നാസി ലമാക്ക് അതും നമ്മൾ കഴിച്ചിരുന്നു കേട്ടോ. അതും നമ്മൾ വന്ന ടൈം തൊട്ട് തന്നെ ലഞ്ചായാലും ഡിന്നറായാലും എല്ലാത്തിലും നാസി ലമാക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ടിരുന്നു. ഫുഡിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ട്വിൻ ടവർ കാണാനാണ് കേട്ടോ പോയത്. ഇതാണ് മാളിൻ്റെ അകത്ത് നിന്ന് ട്വിൻ ടവറിൻ്റെ അവിടേക്കുള്ള ആ ഒരു എൻട്രൻസ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഫ്ലോപ്പ് ആയാലോ എന്നുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ട്വിൻ ടവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു വന്നിരുന്ന ആ ഒരു ട്വിൻ ടവർ അത് നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ കാണുന്ന അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ പല സ്പോട്ട്സും പല ഫുഡ്സും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയി കണ്ട് ട്രൈ ചെയ്യുമ്പോൾ അത്ര പോരായിരുന്നു പലരും പല അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല, നമ്മൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ഇത് കാണാനായിട്ട്. സ്കൈ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള 2 ട്വിൻ ടവേഴ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ ആയിരുന്ന കാരണം മിക്കവർക്കും കാണാനും ഫോട്ടോ എടുക്കാനൊന്നും അധികം പറ്റില്ല. അപ്പോൾ ആ ഒരു മഴ നിന്നൊരു ഗ്യാപ്പിൽ എല്ലാവരും പുറമേ വന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് റിട്ടേൺ ചെയ്തു. ദെൻ റൂമിൽ നിന്ന് നോക്കിയപ്പോഴാണ് ട്വിൻ ടവറിൻ്റെ ഒരു വ്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തത്. നല്ല രസമായിരുന്നു കേട്ടോ ആ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു വ്യൂ. സെക്കൻഡ് ഡേ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാരണം പിന്നെ ഞങ്ങൾ വേഗം അങ്ങനെ കിടന്നു. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.